വേറെ എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ വരിക? ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പം നമ്മളെ വിഷ്വൽ ഇതിന്നൊക്കെ ഇൻസ്പിറേഷൻ വരും. പക്ഷേ നമ്മളെ ഇതേപോലെ ഇങ്ങനെ കുളിര് തോന്നിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മ്യൂസിക്കാണ്. പിന്നെ വിഷ്വലാണ്. അങ്ങനത്തെ സ്ഥലം, ഭയങ്കര സ്ഥലം. അതെ. പക്ഷേ ചെവിയും വിഷ്വലുമാണ് എൻ്റെ മെയിൻ രസമുള്ള കോമ്പിനേഷൻ. പിന്നെ ഫുഡ്, അത് പിന്നെ ഉണ്ടല്ലോ, ഡെയിലി ഉണ്ടല്ലോ. പക്ഷേ പുതിയ സാധനങ്ങൾ കേൾക്കുമ്പം എനിക്ക് ലൈക്ക് നമ്മൾ ചെയ്യാത്ത സാധനങ്ങളും ഉണ്ട്, അപ്പോൾ ഇതും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തൊന്നും അല്ല, ഇനി എത്ര കിടക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ നമ്മൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കും. ലൈക്ക് ഓക്കെ, ലൈക്ക് ദിസ് ലോട്ട് ടു ഡു. ലൈക്ക് ഇപ്പോൾ ജേക്കബ് കൊളർ ചില പാട്ടൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ലൈക്ക് ഹൗ ഹീ ഡസ് ദ ഹാർമണി ഒക്കെ കേൾക്കുമ്പോൾ ലൈക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സൗണ്ട്, ലൈക്ക് ഭയങ്കര റിച്ച് ഹാർമണി. നമ്മളെന്താണ് ഇതൊന്നും ചെയ്യാത്തത്? നമ്മളിപ്പോഴും ഭയങ്കര ബാക്കിലല്ലേ ഉള്ളതെന്നുള്ളൊരു തോട്ട് വരുത്താറുണ്ട്. ആ തോട്ട് എന്നെ എപ്പോഴും പുഷ് ചെയ്യുന്നതായിട്ട് തോന്നും, ടു ഡു സംതിങ് ബെറ്റർ ആൻഡ് പുട്ട് യു ഇൻ ദാറ്റ് സ്പേസ്. അതായത് നമ്മൾ എല്ലാം ആയി എന്നുള്ളൊരു ചിന്ത വരാതിരിക്കുക. പക്ഷേ സുഷിന് തോന്നിയിട്ടുണ്ടോ ഇപ്പം എപ്പോഴും വെൻ യു ആർ വർക്കിംഗ് ഇൻ എ മൂവി, ആ മൂവിക്ക് ആവശ്യമുള്ള മ്യൂസിക്കാണ് സുഷിൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് സുഷിൻ എന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇൻഡിപെൻഡന്റ്, ഫ്രീ ഓഫ് എനി, ദർ ഇസ് നോ ബോസ് ദർ. യു ആർ ദ ബോസ് ഓഫ് ദാറ്റ് സോങ് ആൻഡ് എവറിഥിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. Is it a movie or independent music? Where do you find more freedom or more happiness? കുറേ ഘടകമുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്